ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ 2-3 ഈ കറുത്ത കൊടി കുറച്ച് 10 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ അവരുടെ കൊടി ഇപ്പോൾ കറുത്തതാണ്, കുറേ 10 വർഷമായിട്ട്. അടുത്ത 5 വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ചാടുന്നുണ്ടോ? എന്തിനാണ് ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2016 മുൻപ് ഇവിടെ സർക്കാർ മേഖലയിൽ വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. നമ്മളിത് അറിയണം. എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം 2016 മുൻപ് ലഭിച്ചിരുന്നതെന്ന് അറിയാമോ? 30,000 രൂപ. 30,000. എത്ര കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നറിയാമോ? 40,000 കുടുംബങ്ങൾക്കാണ് നൽകിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2019 നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അന്ന് 40,000 കുടുംബങ്ങളായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് അന്നത്തെ 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42.5 ലക്ഷം കുടുംബങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ്. അന്നത്തെ 30,000 രൂപയുടെ സ്ഥാനത്ത് 5 ലക്ഷം രൂപ ഒരു വർഷം ഒരു കുടുംബത്തിന് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. അപ്പം താലൂക്ക് തലമുള്ള ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിച്ചു. ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി തലം മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിച്ചു. മെഡിക്കൽ കോളേജുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി.